ഹായ് ഓൾ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അടുത്തതായി റിലീസിനൊരുങ്ങുന്ന ഐക്യുവിന്റെ Z9s 5 സ്മാർട്ട് ഫോണിനെ പറ്റിയാണ്. 20,000 രൂപയുടെ അണ്ടറിലായിരിക്കും ഈ സ്മാർട്ട് ഫോൺ റിലീസിനൊരുങ്ങുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയുള്ള സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. പ്രോസസർ MediaTek Dimensity 7300 പ്രോസസറാണ് തന്നിരിക്കുന്നത്. 2.5 GHz ഇതിന്റെ ക്ലോക്ക് സ്പീഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 4nm ഫാബ്രിക്കേഷൻ ടെക്നോളജിയിൽ നിർമ്മിച്ച പ്രോസസറാണിത്. 8 കോർസ് ഉള്ള CPU ആണിത്. അതിൽ 4 പെർഫോമൻസ് കോർസും 4 എഫിഷ്യൻസി കോർസുമാണുള്ളത്. പെർഫോമൻസ് കോർസ് ക്ലോക്ക് സ്പീഡ് ചെയ്തിരിക്കുന്നത് 2.5 GHz എഫിഷ്യൻസി കോർസ് ക്ലോക്ക് സ്പീഡ് ചെയ്തിരിക്കുന്നത് 2 GHz 6 ലക്ഷത്തിന്റെ മുകളിലാണ് ഇതിന്റെ AnTuTu സ്കോർ. പെർഫോമൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ക്ലോക്ക് ചെയ്തിരിക്കുന്ന പ്രോസസറാണിത്. 20,000 രൂപയുടെ അണ്ടറിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഡിവൈസ് ആയിരിക്കും iQOO Z9s 5G. ഇനി ഇതിന്റെ സ്റ്റോറേജ് ടൈപ്പ് നോക്കിയാൽ LPDDR4X RAM വരുന്ന 8GB 12GB വേരിയന്റ് ആണ് ഉള്ളത്. UFS 3.1 ഇന്റേണൽ സ്റ്റോറേജ് ടൈപ്പ് ആണ് തന്നിരിക്കുന്നത്. 128GB to 56GB ആണ് ഓപ്ഷൻസ്. മെമ്മറി കാർഡ് ഇടാനുള്ള സപ്പോർട്ട് ഉണ്ട്. 1TB വരെയാണ് മാക്സിമം കേപ്പബിലിറ്റി. ഇനി സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നാൽ ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 ഫോൺ ലോഞ്ച് ചെയ്യുക. Fun TouchOS 14 ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഡിസ്പ്ലേയിലേക്ക് വന്നാൽ 6.78 ഇഞ്ചിന്റെ ഫുൾ HD+ കർവ്ഡ് AMOLED സ്ക്രീനാണ് തന്നിരിക്കുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണിത്. 1800 nits ആണ് പീക്ക് ബ്രൈറ്റ്നസ്. 10 ബിറ്റ് കളേഴ്സ് ആൻഡ് HDR സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ കൂടിയാണിത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ് തന്നിരിക്കുന്നത്. DT സ്റ്റാർ പ്ലസ് ഗ്ലാസ് പ്രൊട്ടക്ഷൻ ആണ് തന്നിട്ടുള്ളത്. ഓവറോൾ നല്ല മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നൽകുന്ന ഡിസ്പ്ലേ ആണിത്. ഇനി ക്യാമറയിലേക്ക് വന്നാൽ ഡ്യുവൽ ക്യാമറ സിസ്റ്റമാണ് തന്നിട്ടുള്ളത്. 50MP മെയിൻ സെൻസറും 8MP അൾട്രാ വൈഡ് ആംഗിൾ സെൻസറുമാണ് റിയർ സൈഡിലുള്ളത്. 50MP ക്യാമറ സോണി IMX882 സെൻസറാണ് മെയിൻ ക്യാമറയായി തന്നിരിക്കുന്നത്. OS സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറയാണിത്. മാക്സിമം റെക്കോർഡിംഗ് കേപ്പബിലിറ്റി 4K 30fps വരെയാണ്. സെക്കൻഡറിയായി തന്നിരിക്കുന്ന അൾട്രാ വൈഡിന്റെ മാക്സിമം റെക്കോർഡിംഗ് കേപ്പബിലിറ്റി 1080p 30fps വരെയാണ്. ഇനി ഫ്രണ്ട് സൈഡിലേക്ക് വന്നാൽ സെൽഫി എടുക്കുവാനായി 32 മെഗാപിക്സലിന്റെ സെൻസറാണ് നൽകിയിട്ടുള്ളത്. അതും 1080p 30fps വരെയാണ് മാക്സിമം റെക്കോർഡിംഗ് കേപ്പബിലിറ്റി. ഓവറോൾ ഒരു ആവറേജ് പെർഫോമൻസ് മാത്രമേ ഈ ക്യാമറ സിസ്റ്റത്തിൽ നിന്നും പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. മെയിൻലി ഇത് ഗെയിമിങ്ങിന് ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്ന ഫോണാണ്. ബാറ്ററിയിലേക്ക് വന്നാൽ 5500 mAh വലിയൊരു ബാറ്ററിയാണ് തന്നിട്ടുള്ളത്. 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. റിവേഴ്സ് വയേർഡ് ചാർജിങ് സപ്പോർട്ടും ഉണ്ട്. ഇനി ഡിസൈനിലേക്ക് വന്നാൽ വിവോ V40യെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള ഡിസൈൻ പാറ്റേൺ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. 2 കളർ ഓപ്ഷൻസ് ആണുള്ളത്, ഗ്രീൻ ആൻഡ് ഗ്രേ. 7.49 mm തിക്നെസ് ആണ് ഫോണിനുള്ളത്. ഇനി അതർ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡ്യുവൽ 5G നാനോ സിം സ്ലോട്ട് ഉണ്ട്. IP64 റേറ്റിംഗ്, ഡസ്റ്റ് ആൻഡ് ഫ്ലാഷ് റെസിസ്റ്റന്റ് ഉണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് നൽകിയിരിക്കുന്നത്. USB Type-C ഉണ്ട്. ബ്ലൂടൂത്ത് 5.4 ആണ് നൽകിയിരിക്കുന്നത്. Wi-Fi 6, 3.5 ഹെഡ്ഫോൺ ജാക്ക് ഇതിലില്ല. Type-C അഡാപ്റ്റർ വെച്ച് ഹെഡ്ഫോൺസ് കണക്ട് ചെയ്യാൻ സാധിക്കും. കൺക്ലൂഷനിലേക്ക് വന്നാൽ മെയിൻലി ഈ ഫോൺ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ളൊരു ഓഡിയൻസിനെയാണ് ഈ ഫോൺ ടാർഗറ്റ് ചെയ്യുന്നത്. ഒരു ഡീസൻറ്റ് ക്യാമറ പെർഫോമൻസും നല്ല രീതിയിലുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും കൺസിഡർ ചെയ്യാവുന്ന ഒരു ഡിവൈസാണ് iQOO Z9s 5G. ആഗസ്റ്റ് 21 ഈ ഫോൺ റിലീസിനൊരുങ്ങുന്നത്. 20,000 അണ്ടറിലായിരിക്കും ഈ ഫോൺ ലോഞ്ച് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു സ്മാർട്ട് ഫോൺ വിശേഷമായി വീണ്ടും വരാം. ബൈ.